ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് ആയാലോ? ഇന്നത്തെ മെയിൻ ഹീറോ ആരാണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആരെന്ന് വെച്ചാൽ ഈ ഫിഷ് തന്നെയാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെയും മുഴുവനായിട്ട് പൊരിക്കാൻ പോവുക. അത്യാവശ്യം ഇത് നല്ല വെയിറ്റുള്ളതാണ്. ഒരു 3/4 കിലോ എത്തം ഉണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേരറിയുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശരിക്കും ഞാനത് മറന്നുപോയതാ. അപ്പോൾ ഇത് പൊരിക്കാനായിട്ട് ഞാൻ ഈ രീതി പൊരിച്ചിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊരിക്കാനായിട്ട് നമുക്ക് വേണ്ട ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതെന്താ അത് ബലൂൺ, അത് നിഹയുടേതാണ്, അത് ഇതിലുള്ളതല്ല. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് നാരങ്ങ, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ഇതെൻ്റെ തന്നെ കൈയാണ്. കൈ കണ്ട കുറച്ചധികം പ്രായം തോന്നും, അത് നിങ്ങൾ കണക്കാക്കണ്ട. എനിക്ക് ആദ്യം ഇതൊക്കെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആയിരുന്നു കേട്ടോ. വീഡിയോസ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ കൈ ആദ്യം മുതലേ ഇങ്ങനെയാണ്. കുറച്ച് കണ്ട നല്ല പ്രായമുള്ള ഒരു അമ്മമ്മയുടെ കൈയാണൊക്കെ തോന്നുന്ന കൈയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കൈ കാണാത്ത രീതിയിൽ ചരിച്ചും മറിച്ചൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് മിടിക്കുക. അപ്പോൾ ഓക്കെ, ഇത് ലുലുമോള് നീട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് ഇതിനകത്തുണ്ട്, കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമ്മളില്ലേ ഈ മൂവീസിലൊക്കെ മമ്മീസിനൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന പോലെ ഒരു മമ്മി രൂപത്തിലാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ പാക്കിങ് നമുക്ക് അതിന് തോന്നും ഈ ഒരു കോട്ട് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് ഇഷ്ടം പോലെ പേപ്പർ ഉണ്ടായിരുന്നു. ഇതെല്ലാം കട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മൾ മീനിലേക്ക് എത്തും. അതുവരെയുള്ളൊരു നീണ്ട പ്രോസസ്സായിരുന്നു ഇത്. പിന്നെ പിച്ചധികം മൂർച്ചയും കൂടെ ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇത് പക്ഷെ പാക്കിങ് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇത്തിരി ദൂരത്ത് വരികയാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ലുലുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ വാങ്ങാനായിട്ട് കുറച്ചുകൂടി നല്ല എളുപ്പമാണ്. നമ്മുടെ ആവശ്യം എന്താണ്, ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്യാനാണെങ്കിൽ പീസായിട്ട് സെപ്പറേറ്റ് എടുക്കാം. ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് നല്ല എല്ലാം നല്ലത് തന്നെയാണ്. ടൈം സ്പെൻഡ് ചെയ്യാനും കുറച്ച് നല്ലതായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ അടുത്ത് റിലയൻസ് ഒക്കെ ഉണ്ട്. റിലയൻസ് വെച്ച് നോക്കുമ്പം കുറച്ച് കോസ്റ്റ്ലി ആയാലും ക്വാളിറ്റിയും അതുപോലെ നല്ലതാണ് കേട്ടോ. ഡിഫറൻസ് ഉണ്ട് അതിൽ. അപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിന് റേറ്റ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാണൂല്ലേ, അതായിരിക്കും അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ മമ്മിക്കുട്ടിയെ വെളിയിൽ എടുത്തിട്ടുണ്ട്. കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ മമ്മിക്കുട്ടി വെളിയിൽ വന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ വന്നത് ആ വെള്ളമൊക്കെ വീണൊന്ന് തുടച്ചു കളയാണ് കേട്ടോ. ഞാൻ ഭയങ്കര എപ്പോഴും നീറ്റായിട്ടിരിക്കുന്ന ആളായതുകൊണ്ടല്ല. ഇപ്പം നീറുണ്ട് ഇവിടെ ഭയങ്കര. നീറെന്ന് വെച്ചാൽ പച്ചുറുമ്പെന്ന് പറയൂലേ, അതുണ്ട്. ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഈ മീനിൻ്റെ എന്തെങ്കിലും ഒരു അംശം കിടന്ന് പെട്ടെന്ന് വരുവാണെങ്കിൽ അപ്പോഴെപ്പോഴും തുടയ്ക്കുക. സാധാരണ അങ്ങനെ തുടയ്ക്കുന്നതല്ല, ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചാണ് ക്ലീൻ ചെയ്യണം. പല ആൾക്കാരും പല രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നേരത്തെ എടുത്ത സംഭവങ്ങളില്ലേ, അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. പിന്നെ കുരുമുളക് പറയാൻ മറന്നു. കുരുമുളക് മുളക് പൊടിയേക്കാളും കുറച്ചുകൂടി കൂടുതൽ മുന്നോട്ടിരിക്കുന്ന കുരുമുളകാണ്. ശരിക്കും ഇതിൽ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റാണ് നല്ല രീതിയിലുണ്ടായിരുന്നത്. കുരുമുളകിൻ്റെയാണ് ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടി സമയം നമ്മളിങ്ങനെ വലിയ മീൻ പൊരിക്കുമ്പോൾ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എക്സ്പീരിയൻസ് വെച്ച് പറയാമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിൻ്റെ വരയിട്ടിട്ട്, എന്ന് വെച്ചാൽ മുള്ളിൽ തട്ടുന്ന രീതിയിൽ അതിങ്ങനെ വരയാക്കിയിട്ട്, എന്നിട്ട് അതിൽ മസാല തേച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. മസാല പുരട്ടിയിട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും ഇതിൽ ഉള്ളിയുടെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. ഒത്തിരി ഉള്ളി വേണമെന്നില്ല, അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കാമായിരുന്നു. അതല്ലാതെ നല്ല മസാലയായിരുന്നു കേട്ടോ. മസാല നല്ലതായിരുന്നു. ഹസ്ബൻഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ പറഞ്ഞു മസാല കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി ഉള്ളിലോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഇനിയും നന്നായിരുന്നേനെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഈ അരച്ചതിൻ്റെ സമയത്ത് മഞ്ഞപ്പൊടി ഇടാനായിട്ട് മറന്നു കേട്ടോ. അങ്ങനെ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല എനിക്ക്. ഞാൻ വീഡിയോയിൽ എടുക്കുന്ന കളറും എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന കളറും അത് രണ്ടാണ്. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് ടെക്നിക്കൽ പരമായി എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരോട് ഡൗട്ട് ചോദിക്കണം. അതിനുശേഷം ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഉള്ളിയുടെ എണ്ണം 1-2 കുറച്ചിട്ട് വെള്ളവും കുറച്ചിട്ട് നമ്മൾ അതിന് പകരം എണ്ണ കൂടുതൽ ചേർത്ത് ആ ഒരു ലൂസാക്കുക. മീൻ പൊരിക്കാന്ന് വെച്ചാൽ കൊളസ്ട്രോളും നമ്മൾ ഹെൽത്ത് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണല്ലോ. അപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ എന്തായാലും എണ്ണ ഒഴിച്ചും കുഴയ്ക്കാം, ടെൻഷൻ അടിക്കണ്ട, എന്തായാലും പോയിരിക്കുകയാണല്ലോ. കണ്ടോ, ഇത് ഞാൻ വരയിടുന്ന കുറച്ച് ചെറുതായിട്ടാണ്. നല്ല ഡീപ്പായിട്ട് നല്ല നീളത്തിന് കുറച്ചുകൂടി വരയിടണമായിരുന്നു. വരയുടെ എണ്ണമൊക്കെ ഓക്കെയാണ്, പക്ഷേ കുറച്ചുകൂടി നീളത്തിന് കുറച്ചുകൂടെ ഈ ആഴത്തിന് ഇടണമായിരുന്നു. കണ്ട ഗ്യാപ്പ് ഇത് കുറവാണ്. അപ്പോൾ അടുത്ത തവണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് കവർ ചെയ്യാം. അപ്പം നിങ്ങൾ ഇനി ചെയ്യുകയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിയിലാക്കുക. അപ്പോഴേ ആ ഒരു മസാല ഉള്ളിലോട്ട് നല്ല രീതിയിൽ പിടിച്ചു വരുള്ളൂ കേട്ടോ.
നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് എനിക്ക് സാധാരണ വരുന്നതെന്ന് വെച്ചാൽ ഈ ലൂസ് കൂടി പോകുമ്പോൾ ഒന്നെങ്കിൽ മീനിൽ പിടിച്ചിരിക്കില്ല, അല്ലെങ്കിൽ കട്ടി കൂടി പോകുമ്പം ഇങ്ങനെ മീനിൽ പിടിക്കാതെ ഇളകി വരും. രണ്ടായാലും നിങ്ങൾ മീനിൽ മസാല നന്നായി പിടിക്കണില്ലെങ്കിൽ അത് നോക്കിക്കോണം. ഒന്നെങ്കിൽ ലൂസായി പോയി കാണും, അല്ലെങ്കിൽ അതിൽ കട്ടി കൂടി പോയി കാണും. കട്ടി കൂടിപ്പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുമ്പോൾ മസാലയും മീനും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കും. അതിങ്ങനെ മസാല മാത്രം അപ്പം പോലെ വേറെ ആയിട്ട് ഇങ്ങനെ വെന്ത് വരും. മീൻ അങ്ങനെ അങ്ങ് പൊരിഞ്ഞ് ക്രിസ്പി ആവില്ല. മീനെ പൊരിക്കുമ്പോൾ നമ്മൾ നല്ല ക്രഞ്ചി ക്രിസ്പി, വെളിയിൽ നല്ല മുരുമുരായും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ മീൻ പൊരിക്കുന്നതിൻ്റെ ഒരു രസം. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് അത് കട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ വര വളരെ ചെറുതായി പോയി എന്നുള്ളത്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമുക്ക് അടുത്ത തവണ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൽ നമുക്ക് വീട്ടിൽ പച്ച കുരുമുളക് ഉണ്ടാവൂലേ, പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് എടുക്കണം കേട്ടോ. അത് മാത്രം വെച്ചിട്ട് പച്ച കുരുമുളക്, മുളക്, പിന്നെ നമ്മൾ ഈ ബാക്കി സാധനങ്ങൾ, കുറച്ച് മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കോട്ടിങ്ങിന് ഈ ഒരു ബലം കിട്ടില്ല. അപ്പം നമുക്ക് എന്താണ്, നമ്മളെ ഈ കോൺഫ്ലോറോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കുറച്ചുകൂടി ഇരിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും തേച്ച് പിടിപ്പിക്കാം. അതും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരു ബൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ അത് വേറെ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. അത് ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്ന് ചെയ്തത് നമ്മുടെ ഞവര എന്ന് പറയുന്ന മീനില്ലേ, എന്തു പറയും, ചുവപ്പൻ കോര, പുയ്യാപ്പിളക്കോര എന്നൊക്കെ പറയുന്ന മീനും, അത് കുറച്ച് വലുത് കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല വൈറ്റ് മാംസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനില്ലേ, അതിൻ്റെ കൂടെ ഈ കുരുമുളക് ഇട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ ഓർക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പം നമ്മളെക്കാളും വലിയ രാക്ഷസന്മാരുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അവർ നമ്മളെ പിടിച്ച് ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലേ ചെയ്യണേ. നമ്മളെ കൈയൊക്കെ ഒടിച്ച്, നമ്മൾ കോഴിയുടെയൊക്കെ കൈ സെപ്പറേറ്റ് ആക്കില്ലേ, കൈയൊക്കെ ഒടിച്ച് അതിൽ വരയൊക്കെ ഇട്ട് മുളകും മസാലയൊക്കെ തേച്ച് കൈയൊക്കെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സീനൊന്ന് ഓർത്ത് നോക്കി. ഞാൻ മിക്കവാറും ഈ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ, കോഴിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേട്ടാ. ഓക്കെ, ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്, കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ, കൊണ്ട് കുക്കറിൽ ചോറിന് വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത സെക്കൻഡ് ലീഡിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മളെ സെക്കൻഡ് ലീഡായിരുന്നു ചിക്കൻ കറിയാണ്. ചിക്കന് ആദ്യം നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണയിൽ വെക്കാൻ നോക്കണേ. പറഞ്ഞിരുന്നില്ല, അതിനുമുമ്പ് വെളിച്ചെണ്ണ തീർന്നുപോയി. പിന്നെ വേറെണ്ണം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച്, രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഇതുപോലെ പത വരും, തികച്ചും സ്വാഭാവികം. പിന്നെ ആ പതയുള്ള എണ്ണയിൽ നമ്മൾ കടുക് വറുത്തു, ഒരു മുളക് അരിഞ്ഞിട്ടു. അതിൻ്റെ കൂടെ നല്ലതായിട്ട് നമ്മൾ വെളുത്തുള്ളി, ചിക്കൻ എപ്പോഴും വെളുത്തുള്ളി മുന്നോട്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ, ഒരു പ്രത്യേക സ്വാദാണിത്. വെളുത്തുള്ളിയും പിന്നെ ദഹനത്തിനൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചി ഇടുമ്പോഴത്തേക്ക്. മറ്റേ ചിലർക്ക് ചിക്കനെ കഴിക്കുമ്പോൾ ഇങ്ങനെ വയറ് പെരുകുന്ന പോലത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അധികം ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു ടേസ്റ്റുമാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗൺ ആയിപ്പോണ്ട. കാരണം ഇനി നമ്മൾ സവാള ഇടുമ്പോൾ സവാളയുടെ കൂടെയും കിടന്ന് കുറച്ചുകൂടെ ഒന്ന് മൂക്കേണ്ടല്ലേ. അപ്പം നമ്മൾ നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അത്യാവശ്യം ഒന്ന് ആ ഗോൾഡൻ ഇതിലാക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയിൽ കറക്റ്റായി കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ, ഇത് ഏത് പരുവായി എന്നറിയാൻ പറ്റുന്നത്. പിന്നെ ഇഞ്ചി ഇഷ്ടം പോലെ ഉണ്ട്. എണ്ണ കുറവായതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നിന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തം അടി പിടിച്ചു പോകും കേട്ടോ. പിന്നെ ഈ സമയത്ത് നല്ല കറിവേപ്പില ഇടാം, പച്ചമുളകില്ലേ, വറ്റൽമുളകും അതിടാം. അങ്ങനെ വറ്റൽമുളക് വന്നു, പിന്നെ എന്ത് വേണം. അപ്പോൾ വറ്റൽമുളക് ഇട്ടു. പിന്നെ നമ്മളിതിലെ ചിക്കനും ബീഫിനും എനിക്ക് ഒരുപാട് ഈ കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ അമ്മ, എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് വരുന്ന ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിക്കനിൽ മല്ലിയില ഇടും. അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ സംഭവങ്ങളല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പാത്രത്തിലെടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കൂ. വേറൊരു ടേസ്റ്റാണ്, കൊള്ളാം, എനിക്കിഷ്ടം. ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളൊരിക്കും ഒരു മല്ലിയില ഇട്ട് എന്ത് മാറ്റാൻ വരാമെന്ന്, ആ ടേസ്റ്റേ ഫുൾ ചേഞ്ച് ആയിപ്പോൾ. നിങ്ങൾ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുക കേട്ടോ. വേറൊരു ടേസ്റ്റാണ്, നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ വേറൊരു നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്കിംഗ് ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ കൈപ്പുണ്യം, ടെക്നിക്ക്, ടിപ്സ്, അങ്ങനെയുള്ള ചെറിയ ഒട്ടിപ്പൊട്ടിപ്പ് പരിപാടിയിലാണ് ഈ രുചി വ്യത്യാസം വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബേസ് പരിപാടി എന്താ, കുറച്ച് തേങ്ങ എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അതിൽ ജീരകം ഇടുക, പച്ചമുളക് എടുക്കുക, അരയ്ക്കുക.
അരപ്പിൻ്റെ വ്യത്യാസം. തോരന് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക, അവിയലിന് അതിനേക്കാൾ ഒരല്പം ഒന്ന് അരയ്ക്കുക, മീൻ കറിക്ക് നന്നായിട്ട് അരയ്ക്കുക. സോറി, മീൻ കറിക്കല്ല, പരിപ്പ് കറിക്ക്. പരിപ്പ് കറിക്ക് നന്നായിട്ട് അരയ്ക്കുക. ഈ അരപ്പിൻ്റെ ഒരു ചെറിയ പരിപാടിയേ ഉള്ളൂ. ബാക്കി ബേസ് എല്ലാം ഒന്നാണ്. അതുപോലെ നോർത്ത് ഇന്ത്യൻ കറിക്ക് ഇത് മാത്രമേ ഉള്ളൂ ബേസ്. അതായത് ഈ കടുക് പൊട്ടിക്കുക, നമ്മൾ ഈ ഗരം മസാല വാങ്ങുമ്പോൾ ഒരു കമ്പ് കണക്കുള്ള സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. നല്ല മണമുള്ള സാധനം, വെള്ളമൊക്കെ കാച്ചാനായിട്ട് നമ്മൾ എടുക്കൂലേ, ആ കമ്പ് കണക്കുള്ള സാധനം ഇടുക. ഈ കമ്പ് സ്റ്റാർ, ബാക്കി ഗരം മസാലയുടെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഇടുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുക, സവാള ഇടുക. ഇത് അവർ മിക്കവാറും ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യുമെന്നറിയോ, ഈ ഒന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കും. എന്നിട്ട് വീണ്ടും കടുക് ചേർത്തിട്ട്, കടുക് ചേർക്കുന്നത് നമ്മളെ വെളിച്ചെണ്ണയിലല്ല, വെളിച്ചെണ്ണയുടെ സ്മെല്ല് അവർക്കൊന്നും ഇഷ്ടമല്ല, എന്താണെന്നറിയാൻ വയ്യ. പിന്നെ ഒരു കാര്യമുണ്ട്, അവർ കടുകെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്, അത് നമുക്കും ഇഷ്ടപ്പെടാറില്ല. അത് നമ്മൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ്, എന്തോ എവിടെ ഒരു തകരാറ് പോലെ തോന്നും. പിന്നെ പിന്നെ ആകുമ്പോൾ നമ്മൾ യൂസ് ടു ആയിക്കോളും. പിന്നെ നമ്മൾ ഈ കോക്കനട്ട് ഓയിലിൻ്റെ സ്ട്രോങ് ഒരു സ്മെല്ലായതുകൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഓക്കെ, ഹെൽത്തി നമ്മളതായതുകൊണ്ട് അവരും പതിയെ ടേൺ ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു എന്താ, ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കടുക് വറുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ച് അതിൽ തക്കാളിയുടെ പേസ്റ്റ്, ഇതേ മിക്സിയിൽ തന്നെ ഒരു തക്കാളി അടിച്ച് പേസ്റ്റാക്കി, നല്ല പേസ്റ്റാക്കി ഈ ഇതിൻ്റെ കൂടെ ഒഴിച്ച് മൂപ്പിച്ചെടുത്ത് മസാലകളിട്ട് എടുക്കും. ഇതാണ് അവരെ എല്ലാ കറിയുടെയും ബേസ്. കടലക്കറി ആവട്ടെ, അവർ വലിയൊരു പരിപ്പ് കറി ഉണ്ടല്ലോ, രാജ്മ എന്ന് പറയും, അത്, കടല, പിന്നെ എന്ത് സോയാ ബോള്, ചിക്കൻ, എല്ലാം, ഈവൻ ഫിഷ് വെക്കുന്ന പോലും അവർ ഈ പ്രോസസ്സിലാണ്. അപ്പം ബേസിക്കലി ഒന്നും. പിന്നെ നമ്മൾ ചൈനീസ് ആണെങ്കിൽ അറിയാലോ, ഇത് സാധനം ഇടുന്നതിന് മുമ്പ് സോസ് മിക്സ് ചെയ്ത് വെക്കുക, സാധനം തട്ടുക, സോസ് ഇടുക, സംഭവം റെഡി. ബേസിക്കലി എല്ലാം തന്നെയാണ്. കുക്കിംഗ് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ജസ്റ്റ് നമ്മൾ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ ഈ ഉള്ളിക്കറി വയ്ക്കൂലേ, ഉള്ളിക്കറി സാധാരണ വയ്ക്കും നമ്മളെല്ലാവരും. പലരും വയ്ക്കുന്നതിനും പല ടേസ്റ്റാണ്. വീട്ടിൽ ഞാനെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നല്ല കുറുക്കിയാണ് വയ്ക്കുന്നത്. അപ്പം എനിക്ക് പൊതുവെ കറി ഇങ്ങനെ കറി വേണം, പക്ഷെ അത് കുറുവിയിരിക്കണം. അങ്ങനെ വീട്ടിൽ അമ്മ എന്ന് വെച്ചാൽ നല്ല ലൂസായിട്ടാണ് വയ്ക്കുന്നത്. ലൂസ് എന്ന് വെച്ചാൽ ഭയങ്കര വെള്ളമല്ല, അത് നല്ല ലൂസായിട്ടാണ് വയ്ക്കുന്നത്, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അനിയത്തി വയ്ക്കുന്നതെന്ന് വെച്ചാൽ അവൾ ഒരു കുറച്ചൊരു 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യും. അത് അതിങ്ങനെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. ബേസിക് ഒന്നാണ്, പഠിക്കാൻ എളുപ്പമാണ്, ബാക്കി നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ മാറി വരും. അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഉള്ളി കരിഞ്ഞു പോയി, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പോട്ടെ, ഉള്ളി കരിഞ്ഞു. അപ്പോഴത്തേക്കും തക്കാളി ഇടാനുള്ള സമയം, ഇങ്ങനെയുള്ള കരിയുന്ന സമയത്ത് ആ കരിഞ്ഞ് അടി പിടിച്ചൊന്ന് മാറ്റി ലൂസാക്കാൻ വേണ്ടി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. കാരണം തക്കാളിയിൽ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഈ അടി പിടിക്കുന്ന അങ്ങ് മാറുമല്ലോ. അതും അല്ലെങ്കിൽ വേറൊരു പാത്രം എടുത്ത് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് തട്ടിയിട്ട് അതിലിട്ട് മൂപ്പിച്ചാൽ മതി. അപ്പോൾ ആ കരിഞ്ഞതിൻ്റെ ചെവ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് അടി പിടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ, അത് നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. ഈ സ്മെല്ലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അപ്പർ സൈഡിൽ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ കറക്റ്റായി കിട്ടുന്നില്ല. നമ്മളെ മീൻ പൊരിക്കാനായിട്ട് കുഞ്ഞെടുപ്പാണ് കേട്ടോ, പക്ഷെ എന്നാലും അതിൽ തീയും കുറവാണ്. കുഞ്ഞെടുപ്പാണ്, എൻ്റെ കൂടെ തീയും കുറവാണ്, അപ്പോൾ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതെന്തിപ്പോൾ ചെയ്യാനുള്ള ഈ തക്കാളി ഇങ്ങനെ വെന്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് മസാല ആഡ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടി ഞാൻ എപ്പോഴും എടുക്കുമ്പോഴും കൂടിപ്പോകും കേട്ടോ. ഇത് കറിയിൽ അങ്ങനെ ടേസ്റ്റ് അധികം ഇങ്ങനെ കുത്തണുണ്ടായിരുന്നില്ല, പക്ഷേ കൂടുതലാണെന്നും വീഡിയോ കാണുമ്പോൾ തോന്നും. പിന്നെ മുളക് പൊടി ആക്ച്വലി നല്ല കളറുള്ള മുളകാണ് കേട്ടോ, പക്ഷേ വീഡിയോയിൽ വരുമ്പോൾ എന്താണെന്നറിയാൻ വയ്യ, ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കളറൊക്കെ വേറെ, ഇങ്ങനെ റെഡ്, ഇങ്ങനെ ഓറഞ്ച് കളർ പോലെയൊക്കെ തോന്നും, വേറെ ഷെയ്ഡിൽ കാണും. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ടെക്നിക്കൽ നോളജ് താരതമ്യേന കുറവാണ്, വളരെ കുറവെന്നല്ല, കുറവാണ്. പിന്നെ എൻ്റെ കൂടെ ഉലുവ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാൻ വന്നിട്ട് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചു, എന്തിനാണെന്ന് അറിയാൻ വയ്യ. പിന്നെ ഓക്കെ, അത് മഞ്ഞൾപ്പൊടി ടിന്നിൽ കുറവായിരുന്നു കേട്ടോ. ഇനി ഞാൻ തട്ടാനായിട്ട് മാറ്റി വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഇത് അതിന് ടേസ്റ്റ് കുറവാണ്, അതുകൊണ്ട് ഇത്തിരി അധികം ഇടുന്നതാണ് കേട്ടോ. ഇത്രയും നമുക്ക് നോർമൽ ഗരം മസാല എന്ന് ചിന്തിക്കുമ്പോൾ മറ്റേ മൂക്കിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു മണം പോകുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടി ഈ മസാലയ്ക്കില്ല. അപ്പോൾ നമ്മൾ സാധാ ഇടുന്നേക്കാളും കുറച്ചധികം ഇട്ടാലേ നമ്മൾ സാധാരണ മസാലയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ഐറ്റമായ ഉപ്പ് നമ്മൾ ഇടാൻ മറന്നുപോയി. ഉപ്പില്ലാതെ ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനകത്ത് ഉപ്പും പിടിക്കില്ല, മുളകും പിടിക്കില്ല, ഒരു പ്രത്യേക അവസ്ഥയായിരിക്കും. പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് വേറെ അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത്.
പിന്നെ ഇനിയുള്ളത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, കരിയാത്ത രീതിയിൽ മൂപ്പിച്ചെടുക്കുക. നല്ല മൂത്ത് കഴിയുമ്പോൾ ഈ മസാലയിലൊക്കെ എണ്ണ ഇറങ്ങി കണ്ടോ നല്ല തിളക്കമായിട്ട് വരും, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല രസമായിട്ട് വരും കേട്ടോ. ഈ സമയത്ത് നമുക്കൊന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ചിക്കൻ ഇട്ട് ഇളക്കാം. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്, പക്ഷേ ഇത്തവണ മറന്നുപോയി. അതാ കാര്യം, വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയി. അപ്പോൾ ചിക്കൻ ഇട്ട് ഇളക്കുന്നതിന് മുന്നേ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ശരിക്കും ഈ സ്പോട്ടിലാണെങ്കിൽ ഓർക്കണം, ഒയ്യടാ ചിക്കൻ ഇട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ചിക്കൻ പിന്നീടാണ് ഇട്ടോ. ഇനി വെള്ളമൊക്കെ തിളച്ചൊന്ന് സെറ്റാകുമ്പോൾ നമുക്ക് പതിയെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ശരിക്കും ഈ സമയത്ത് നല്ല രീതിയിൽ കുരുമുളകൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ ആ ഒരു തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് കുരുമുളകൊക്കെ പിടിക്കും കേട്ടോ. വീട്ടിൽ അമ്മ ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആ ചിക്കൻ ഇടാൻ മറന്നു പോയ സമയമില്ലേ, ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് അമ്മ ചിക്കൻ ഇടും. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ ഈ ചിക്കനിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് വെന്തെല്ലാം സെറ്റായതിനു ശേഷം പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണം. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പം അങ്ങനെ മെനക്കെടാറില്ല. ആദ്യം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ നേരെ ചൂടുവെള്ളം ഒഴിച്ച് ചിക്കൻ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരുമിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യണം. 2 പാർട്ടായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കില്ല, പിന്നെ സമയമില്ലാത്തതുകൊണ്ട്. കാരണം ഹസ്ബൻഡ് വരുന്ന സമയത്തായിരിക്കും മിക്കവാറും ചേട്ടനായിരിക്കും ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുന്നത്. ഞാനും മോളും ഉണ്ടെങ്കിൽ പൊതുവെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കും നോക്കുന്നത്. നോൺ വെജ് ഒന്നും അങ്ങനെ അധികം വെക്കാറില്ല. അപ്പോൾ ചേട്ടനായിരിക്കും പോയി വാങ്ങിയിട്ട് വരിക. പിന്നെ നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പം അധികം ഒന്നും ഇങ്ങനെ സമയം എടുത്ത് ചെയ്യാനായിട്ട് അങ്ങനെ നോക്കൂല. അല്ലാതെ ബീഫൊക്കെ ആണെങ്കിൽ നോക്കും കേട്ടോ. ബീഫൊക്കെ ചേട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം എനിക്ക് പൊതുവേ ഞാൻ സാമ്പാറിൻ്റെ ആളാണ്. എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ഞാൻ സാമ്പാറിൻ്റെ ആളാണ്. ഇനി ചിക്കൻ വേണോ സാമ്പാർ വേണോ എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും സാമ്പാറായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇപ്പം നല്ല രീതിയിൽ തിളച്ചേട്ടാ, നല്ല കളറും ആ ഒരു സമയത്ത് നല്ലൊരു മണമായിരുന്നു. നല്ല മണം, നല്ല കളറ്, നല്ലൊരു തിക്നെസ് എല്ലാം ഉണ്ട്. ചിക്കൻ പെട്ടെന്ന് വേവും കേട്ടോ. എനിക്ക് അത് ഇത്രയും ധാരണയില്ലായിരുന്നു. പെട്ടെന്ന് വേവും ചിക്കൻ. എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മറ്റേ ഒരു പ്രഷർ കുക്ക് പോലത്തെ ഒരു ഫീൽ വരാനായിട്ട് എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഇത്തിരി ലേറ്റായിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മസാല കൂടിപ്പോവാണെങ്കിൽ അപ്പം പോലെ ഇരിക്കുമെന്ന്. ഇത് ഞാൻ ബാക്കിയുള്ള മസാല കളയണ്ടല്ലോ എന്ന് കരുതി തേച്ച് വെച്ചതാണ്. ഇത്രയും മസാല ശരിക്കും വേണ്ട. അപ്പം ഈ പാൻ ഇത്തിരി ചെറുതായിപ്പോട്ടെ. പിന്നെ പൊരിക്കാൻ വേറെ ഇങ്ങനെ പാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിട്ട് തന്നെ അങ്ങ് പൊരിക്കുകയാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. മീനും നല്ലതായിരുന്നു, മസാലയും നല്ലതായിരുന്നു. പക്ഷെ രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡായി വന്നില്ല, അതാ പ്രശ്നം പറ്റിയത്. ആ കട്ടിങ് ഒന്ന് കുറച്ചുകൂടെ വലുതാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി നല്ലതായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി വൈകി. ഇതിപ്പോൾ ഞാനൊരു 20 മിനിറ്റും കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ. ഈ മാങ്ങ അച്ചാർ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാങ്ങ അച്ചാർ ഞാൻ പിന്നീട് വേറെപ്പോഴും ഞാൻ ഇടുന്നത് കാണിച്ചു തരാമേ. പെട്ടെന്ന് സെറ്റാണ് കടുമാങ്ങ അച്ചാറാണിത്. ഇതിൽ ആക്ച്വലി ഈ സമയത്തിൽ ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ മാങ്ങ നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ആ ഉപ്പിന്ന് മാങ്ങയിൽ നിന്നൊരു വെള്ളം ഇറങ്ങും, ഉപ്പോടുകൂടി ഒരു വെള്ളം ഇറങ്ങും. ആ വെള്ളം വെച്ച് ഈ ഒരു നമ്മൾ ഡ്രൈ ആയി വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് നമ്മളൊന്ന് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം വേണമായിരുന്നു മാങ്ങ അടിയാനായിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇടുന്നതുകൊണ്ട് അങ്ങനൊരു വെള്ളം ഇതിൽ വന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണെന്നും പറഞ്ഞ് നമുക്ക് ഹസ്ബൻഡിനെ പറ്റിക്കാം. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഞാൻ പുതിയ രീതിയിൽ ട്രൈ ചെയ്തതാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു അച്ചാറാണെന്ന് പറഞ്ഞു. ശരിക്കും അതല്ല, വെള്ളം ഇറങ്ങാനുള്ള സമയമില്ലായിരുന്നു അതിൽ. അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മീനിൻ്റെ കണ്ണ് കാണാം. മീൻ അവിടെ പൊരിച്ച് എന്ന് വെച്ചാൽ അത് കുക്കായി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. വീണ്ടും പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കളറിന് എന്തോ വ്യത്യാസമുണ്ട് കേട്ടോ. അച്ചാർ ഇട്ടിട്ടൊരു 10 മിനിറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവാണെന്ന് തോന്നി. അങ്ങനെ ഉപ്പിട്ട് നമ്മൾ അച്ചാറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും കറിവേപ്പിലയില്ല, അച്ചാറിന് കറിവേപ്പില മസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് റെഡിയായി. ഞാൻ പറഞ്ഞിട്ടില്ലേ മസാല ഒരല്പം കൂടുതലായിരുന്നു എങ്കിലും പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. മസാല മാത്രം വെച്ച് ചോറ് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പം മീൻ റെഡിയായി. ഇനി നമുക്ക് കഴിക്കാനായിട്ട് പോവാം. ലേറ്റ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെയും വെച്ചിട്ട് ടേബിളിൻ്റെ സൈഡിൽ ക്യാമറ വെച്ചിട്ട് അങ്ങനെയും വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചിക്കനുണ്ട്, അച്ചാറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പിന്നെ പച്ചക്കറി ഒന്നും ചേട്ടൻ കൂട്ടൂല. പിന്നെ ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ചെയ്യാനും നിന്നില്ല. പിന്നെ മോര് വെച്ചതുണ്ടായിരുന്നു.
വച്ചുണ്ടായിരുന്നു വെച്ചാൽ അതിനുശേഷം വെച്ചതാ. മോരേറിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ലഞ്ച് കഴിച്ചു കേട്ടോ. അയ്യോ അതുമാത്രമല്ല, നമ്മുടെ ക്യാരറ്റ് അച്ചാറുണ്ട്. ക്യാരറ്റും വെളുത്തുള്ളിയും കൂടെ അച്ചാറിട്ടത്, ബീട്രൂട്ട് അച്ചാർ, മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിച്ചു. നീഹക്കുട്ടനും ഉണ്ട്. നീഹക്കുട്ടൻ അപ്പുറ സൈഡിലിരിക്കുകയാണ്, അതാ കാണാൻ പറ്റാത്ത. പിന്നെ അമ്മ നേരത്തെ ചോറ് കഴിക്കും കേട്ടോ. അമ്മ ഇതൊന്നും കഴിക്കില്ല, ചിക്കനൊന്നും കഴിക്കില്ല. പിന്നെ അമ്മ വേറെ രീതിയിലാണ് ഉള്ളതാണ് കഴിക്കുന്നത്. വെച്ചാൽ മുളകൊന്നും ഇടാത്ത അങ്ങനത്തെ രീതിയിൽ ഫുഡാണ് കഴിക്കണം. നേരത്തെ കഴിക്കും. 12 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ ലഞ്ച് കഴിക്കും. ഇതിപ്പോൾ നമ്മൾ 2 മണി 3 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാമേ. ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് ഇരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു കുട്ടിലം വരെ ഒന്ന് പോകാനുണ്ട്, എന്തോ പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ കൊല്ലത്ത് പോയി. ചേട്ടനൊരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. ഞാൻ കരിമ്പിൻ ജ്യൂസ് കുടിക്കില്ല, എനിക്കിഷ്ടമല്ല. കരിമ്പിൻ ജ്യൂസ് കുടിച്ചില്ല കേട്ടോ. അങ്ങനെ ചേട്ടൻ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പിന്നെ ഞാനിന്ന് എന്തോ കുടിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നീഹക്കുട്ടൻ എന്തോ തപ്പുന്നുണ്ടോ അവിടെ. എന്തോ ഒന്ന് കാണാതെ തപ്പി കളിപ്പാട്ടത്തിൻ്റെ ഇടയിലും ബുക്കിൻ്റെ ഇടയിലും ഒക്കെ തപ്പി നടക്കുന്നുണ്ട്. ഇപ്പം നോക്കോ, അവിടെ ഒരു ടോയ് ഉണ്ട്. ടോയുടെ ഇടയിൽ ഓടിപ്പോയി തപ്പി നോക്കും. കണ്ടോ, ആ ചെറിയ ടോയുടെ ഇടയിൽ എന്താണെന്നല്ലേ നോക്കുന്നത്? അത് എന്നെയാണ് നോക്കുന്നത്. നിത്യ എവിടെ എന്നാണ് നോക്കുന്നത്. കണ്ടോ, ലാസ്റ്റ് എന്നെ കണ്ടുപിടിച്ച് ഗൈസ്. അങ്ങനെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ കാണാമേ.